ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ മകരച്ചൊവ്വ പോരാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പണികളൊക്കെ നേരത്തോടെ കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വൈകിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതേ രാവിലെ തന്നെ ചായയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് പോയത്. പക്ഷേ മേടിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട്. വീട്ടിൽ പോകുമ്പോൾ തന്നെ സമയം 6 മണി 6:30 ആയിട്ടുണ്ട് കേട്ടോ. പൂരത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ പാട്ടും ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് തിരക്ക് പിടിച്ചിട്ട് ഓടുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് കേട്ടോ നമ്മുടെ മകരച്ചൊവ്വ പൂരം വരുന്നത്. ഞങ്ങൾ വീട്ടിലെത്തണേക്കാൾ മുമ്പ് തന്നെ കുട്ടികളുടെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ 10 മണി വരെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു അവിടെ. ഇപ്പോൾ ഓരോ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ചൊവ്വാഴ്ച രാവിലെ തന്നെ അതേ നമ്മുടെ ആന എത്തി കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ പൂവഞ്ചിറ ദേശത്തിൻ്റെ ആനയാണ് കേട്ടോ, കുറുവട്ടൂർ ഗണേഷ്. 12:30 കൂടി നമ്മുടെ ദേശത്ത് പൂരം എഴുന്നള്ളിക്കും. ഇനി കുറച്ച് നേരം പൂരം കാണാം. അങ്ങനെ പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വൈകിട്ട് വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ നമ്മുടെ ആന തിരിച്ചെത്തിയിട്ടുണ്ട്. ആനയ്ക്ക് പഴം ഉണ്ണിയപ്പമൊക്കെ ചേച്ചിമാർ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം 12:30-ക്കാണ് വീണ്ടും പൂരം എഴുന്നള്ളിക്കുക. പിറ്റേ ദിവസം ചെമ്പൂത്ര അമ്പലത്തിൽ 7:30 വരെ പൂരം ഉണ്ടാവും. ഇനി 10 മണി തൊട്ട് 12 മണി വരെ ബാൻസെറ്റാണ് കേട്ടോ നമ്മുടെ അവിടെ. അങ്ങനെ രാവിലെ വീണ്ടും പൂരപ്പറമ്പിലേക്ക് പോയിട്ടാണ്. പൂരം 7:30 കഴിഞ്ഞു. 7:30 കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ എത്തിയത്. പൂരം കഴിഞ്ഞാൽ നമുക്ക് ആ പറമ്പൊന്നും കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ നിന്ന് മേടിച്ചിരിക്കണം. അങ്ങനെ നമ്മുടെ പൂരം കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ചെമ്പോത്ര പൂര വിശേഷങ്ങൾ.